അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നത്ത് നിസ്കാരം രണ്ട് വിധമാണ്. ജമാഅത്ത് സുന്നത്തുള്ളതും ജമാഅത്ത് സുന്നത്തില്ലാത്തതും. ഇതിൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരത്തിൽപ്പെട്ടതാണ് മഴയത്തേരിയുള്ള നിസ്കാരം. ഇതിന് സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയും. വെള്ളം ആവശ്യം വരുമ്പോൾ നടത്തുന്ന ഒന്നാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ. ഇത് മൂന്ന് വിധമാണുള്ളത്. ഒന്ന്, അള്ളാഹുവോട് ദുആ ചെയ്യുക, അത് എല്ലാ സമയത്തും ചെയ്യാം. രണ്ടാമത്തത് മധ്യനില നിലനിൽക്ക്, അത് എല്ലാ സ്വലാത്തിന്റെ നിസ്കാരത്തിന് ശേഷവും എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. മൂന്നാമത്തേതാണ് അതേപോലെ ഖുത്ബയ്ക്ക് ശേഷവും, നിസ്കാരത്തിന് ശേഷവും വെള്ളിയാഴ്ചയിലെ ഖുത്ബയ്ക്ക് ശേഷമൊക്കെ അതല്ലെങ്കിൽ ഖുത്ബയിൽ ദുആ ചെയ്യുക. മൂന്നാമത്തേത് അതാണ് സമ്പൂർണമായത്, അതാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയുന്നത്. ഈ സ്വലാത്തുൽ ഇസ്തിസ്ഖാ രണ്ട് റക്അത്താണ്, സാധാരണ പെരുന്നാൾ നിസ്കാരം പോലെ. ഇതിൽ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറാണ് ചൊല്ലുന്നത് എങ്കിൽ ഖുത്ബയിൽ തക്ബീറാണല്ലോ ചെല്ലാറ്. അതിന് പകരമായി ഖുത്ബയിൽ എന്താ ചൊല്ലേണ്ടത്, ഇസ്തിഗ്ഫാറാണ് ചൊല്ലേണ്ടത് എന്ന് മാത്രം. രണ്ട് ഖുത്ബയാണ് ഇതിൽ ഉള്ളത്, പെരുന്നാൾ നിസ്കാരം പോലെ തന്നെ. പെരുന്നാൾ നിസ്കാരത്തിൽ നമുക്കറിയാം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഖുത്ബ ഓതുന്നത്. അതേപോലെ തന്നെയാണ് മഴത്തേരിയുള്ള നിസ്കാരത്തിലും നിസ്കാരത്തിന് ശേഷമാണ് ഖുത്ബ നിർവഹിക്കേണ്ടത്. എന്നാൽ ഖുത്ബ ആദ്യം നിർവഹിച്ച് പിന്നീട് നിസ്കരിക്കുന്നതും പറ്റും, അതും അനുവദനീയമാണ് എന്ന് മാത്രം. ഇതിൽ രണ്ടാമത്തെ ഖുത്ബയിൽ അള്ളാഹുവോട് പ്രത്യേകമായി ദുആ ചെയ്യണം. ഈ ദുആ ചെയ്യുന്ന അവസരത്തിൽ എന്തായിരിക്കണം, ഇമാമ് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഖുത്ബയിലാണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ ഖതീബും അതോടൊപ്പം മഅ്മൂമീങ്ങളിൽ എല്ലാ ആളുകളും എന്തായിരിക്കണം, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം അവരുടെ ധരിച്ചിരിക്കുന്ന അവരുടെ റിദാവുകളെല്ലാം മാറ്റിപ്പിരിക്കണം എന്നുള്ളതാണ്. താഴേക്കുള്ളത് മേലോട്ടും ഇടത്തേക്കുള്ളത് വലത്തു ഭാഗത്തേക്കും ഒക്കെ ആക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ഈ മഴത്തേരിയുള്ള നിസ്കാരം ഇമാമ് കൽപ്പിക്കേണ്ടതല്ലോ. ആ ഇമാമ് കൽപ്പിച്ചാൽ അദ്ദേഹത്തിന് സുന്നത്തുള്ള കാര്യങ്ങളാണ് എന്ത്, മൂന്ന് ദിവസം ആളുകളോട് നോമ്പ് നോൽക്കാൻ പറയുക, അഥവാ സുന്നത്ത് നോമ്പ്, സ്വതക്ക ചെയ്യാൻ പറയുക. അതോടൊപ്പം നിസ്കാരത്തിന് പുറപ്പെടും മുമ്പായി അള്ളാഹുവോട് തൗബ ചെയ്യാനും ഇമാമ് കൽപ്പിക്കൽ സുന്നത്തുണ്ട്. അതിനുശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കണം. അഥവാ നാലാമത്തെ ദിവസം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരിക്കണം നിസ്കരിക്കേണ്ടത്. അവർ എങ്ങനെ പോകണം, സ്വാഇമീന മുതനവ്വിഫീന മുതവാളിഈന, നോമ്പ് നോറ്റ് കുളിച്ച് വുളു എടുത്ത് നല്ല ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടിയായിരിക്കണം മണിയത്തേരിയുള്ള നിസ്കാരത്തിന് അവർ പോകേണ്ടത് എന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നുള്ളതാണ്. അവരോടൊപ്പം പ്രായമുള്ള ആളുകളും കുട്ടികള്, മൃഗങ്ങള് എന്നിവരെ എല്ലാവരെയും നിസ്കാരത്തിനായി പോകുമ്പോൾ കൊണ്ടുപോകാൻ. എന്തിനു വേണ്ടി, ഇവരൊക്കെ വെള്ളം ആവശ്യമുള്ളതാണല്ലോ. അതുകൊണ്ട് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകണം എന്നർത്ഥം. ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയതിനു ശേഷം എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു പറയണം, അസ്വലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറയണം. നിസ്കാരം കഴിഞ്ഞതിനു ശേഷം രണ്ട് ഖുത്ബയും നിർവഹിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ മഴത്തേരിയുള്ള നിസ്കാരം വളരെ പ്രബലമായ സുന്നത്തുള്ള നിസ്കാരമാണ്, നമ്മൾ അത് നിർവഹിക്കണം. അതോടൊപ്പം അള്ളാഹുവോട്
പരമാവധി കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.